നമസ്കാരം. പിതാവിൻ്റെ അവസാന യാത്രയയപ്പും ചതിയിലൂടെയാണെന്ന് വിമർശിച്ച് അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിൻ്റെ മകൾ. പൊതുദർശനത്തിന് ശേഷം ലോറൻസിൻ്റെ മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറുമെന്ന അറിയിപ്പിനെതിരെ പ്രതികരിക്കുകയായിരുന്നു മകൾ ആശ ലോറൻസ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു അവർ പ്രതികരിച്ചത്. മരണശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് പിതാവ് എവിടെയും പറഞ്ഞിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി. മതങ്ങളെ, ഈശ്വരവിശ്വാസികളെ അകറ്റുന്നത് ഭാരതത്തിൽ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അപ്പൻ പറഞ്ഞപ്പോൾ സഖാക്കൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തതെന്നും അവർ കുറ്റപ്പെടുത്തി. പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഖാവിനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ചതിയാണെന്നും ലോറൻസ് മാമോദിസ സ്വീകരിച്ച കുഞ്ഞായിരുന്നു എന്നും മകൾ കുറിച്ചു. ആശ ലോറൻസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അവസാന യാത്രയയപ്പും ചതിയിലൂടെയാണ്. അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ മെഡിക്കൽ കോളേജിന് ദാനം കൊടുക്കണമെന്ന്. അപ്പൻ്റെ അപ്പൻ അപ്പനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തെ അടക്കിയത് കലൂർ പൊറ്റക്കുഴി പള്ളി സെമിത്തേരിയിലാണ്. എല്ലാവിധ ക്രിസ്തീയ ആചാരങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടക്കം. ഞങ്ങൾ 4 മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു. എല്ലാത്തിനും അപ്പൻ പങ്കെടുത്തിട്ടുമുണ്ട്. പേരക്കുട്ടികളുടെ മാമോദിസയ്ക്ക് അപ്പൻ പങ്കെടുത്തിട്ടുണ്ട്. അമ്മയെ യാത്രയാക്കിയതും പള്ളിയിൽ. ആരെയോ ബോധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഈ നാടകം, മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കൽ എന്ന നാടകം. കമ്മ്യൂണിസ്റ്റുകാരുടെ ചതി അവസാന നാളിലും. അപ്പൻ 2021 ആശുപത്രിയിലായപ്പോൾ പരിചരിച്ചിരുന്ന ആൾ എന്നും ബൈബിൾ വായിച്ച് ക്രിസ്ത്യൻ രീതിയിൽ സ്തുതി കൊടുത്ത് ചുംബിക്കുമായിരുന്നു. അപ്പൻ എതിർത്തില്ല എന്നു മാത്രമല്ല, നിന്റെ വിശ്വാസം നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത്. സങ്കീർത്തനം 91 വായിച്ച് കൊടുക്കുമായിരുന്നു. മൂത്ത മകൾ സുജ ദുബായിൽ നിന്ന് എന്നും വിളിച്ച് ബൈബിൾ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അപ്പൻ ഒരിക്കലും ഈശ്വര വിശ്വാസത്തെ എതിർത്തിട്ടില്ല. അതേസമയം പരിഹസിച്ചിട്ടുണ്ട്. അത് ദൈവം എന്തേ മനുഷ്യർക്ക് പട്ടിണി കൊടുക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ മാത്രം. മതങ്ങളെ, ഈശ്വരവിശ്വാസികളെ അകറ്റുന്നത് ഭാരതത്തിൽ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റും എന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അപ്പൻ പറഞ്ഞപ്പോൾ സഖാക്കൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. CPIM അപ്പനെയും ഞങ്ങളെയും ചതിക്കുകയാണ്. മൂത്ത മകൻ പാർട്ടി മെമ്പർ, പാർട്ടി അടിമയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ആചാരപ്രകാരം അന്ത്യയാത്രയ്ക്കായി പോകുന്നത് CPMന് സഹിക്കുന്നില്ല. അപ്പൻ ഹിന്ദുവായിരുന്നുവെങ്കിൽ പയ്യാമ്പലം ബീച്ചോ തിരുനാവായിലോ വലിയ ചുടുകാടിലോ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു. അപ്പൻ ക്രിസ്ത്യാനിയായി പോയി. അപ്പൻ്റെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ, ലാറ്റിൻ, കത്തോലിക് എന്നാണ്, അല്ലാതെ ജാതിയില്ല, മതമില്ല എന്നല്ല. ലോക ജനത അറിയുക കമ്മ്യൂണിസ്റ്റിൻ്റെ ചതി. പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഖാവിനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ചതി, കൊടും ക്രൂരത. അപ്പൻ മാമോദിസ സ്വീകരിച്ച കുഞ്ഞായിരുന്നു. പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ച കമ്മ്യൂണിസ്റ്റുമായിരുന്നു. മനുഷ്യരുടെ ദുസ്ഥിതി കണ്ടാണ് ദൈവത്തെ സംശയിച്ചത്. ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈശ്വര വിശ്വാസികളാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കുക എന്നാണ്. മൂത്ത മകൻ്റെ പാർട്ടി അടിമത്തം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12-ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലായിരുന്നു ലോറൻസിൻ്റെ അന്ത്യം. ദീർഘനാളായി കിടപ്പിലായിരുന്നു അദ്ദേഹം. ജൂലൈ 28-നാണ് ന്യൂമോണിയ കടുത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ രാവിലെ 8-ന് മകൻ അഡ്വക്കേറ്റ് അബിയുടെ കടവന്ത്രയിലെ വീട്ടിൽ കൊണ്ടുവരും. 9 മണിക്ക് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസായ കലൂർ ലെനിൻ സെൻറ്ററിലും 10 മുതൽ വൈകിട്ട് 4 വരെ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും.